ഇന്നൊരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ഉണ്ടോ ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ഉണ്ടോ ഞാൻ അവിടെ കാണിക്കുന്നത്. ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങ, ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, പിഴിഞ്ഞെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കനിൽ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ ഞാൻ വെച്ച് സൂക്ഷിച്ചത്. അതിനുശേഷം 3 സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. 1 അവറിന് ശേഷമുണ്ട് ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണേ. അതിൽ കുറച്ച് ഓയിൽ മാറ്റിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ചെറിയുള്ളി ഇത്രയും ചതച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു ഉണക്കമുളകും 3 കൊണ്ടാട്ടമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിച്ച് തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കണുണ്ടോ. സ്ലൈസായിട്ട് അരിഞ്ഞ് 3 സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഒന്ന് കളറെല്ലാം മാറി വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിന് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് കണ്ടിട്ടിരിക്കുന്നത് നമ്മുടെ ഇടിയമുളകിൻ്റെ പൗഡർ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂണിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുക കേട്ടോ. ഇത് കൂടിപ്പോയാലും മതിരിക്കും. അതുകൊണ്ട് 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോലും കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. മസാലയുടെയൊക്കെ ഒരു ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇടിമുളകിൻ്റെ പൊടി ഒന്നും കുറവായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കൻ നമ്മൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തുകൊണ്ട് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് ആ ചിക്കനിലേക്ക് ആ മസാല ആവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ അല്ലെങ്കിൽ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അത് ചിക്കൻ കൊണ്ടാട്ടം അത്യാവശ്യം ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗ്രേവിയിൽ കഴിക്കണമെന്നാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. നല്ല ചിക്കനൊക്കെ നല്ല മൊരിഞ്ഞ് വെന്തിട്ടുണ്ട്. ആ സോസ് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കാൻ പോകുന്നത് തട്ടുദോശയുടെ കൂടിയാണ് കേട്ടോ. അതിന് തട്ടുദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മാവ് ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തട്ടുദോശയും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. തട്ടുദോശയുടെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.